കത്തോലിക്കർ വിഗ്രഹാരാധകരാണ്. പള്ളിയിലുള്ള പ്രതിമകളെയും ചിത്രങ്ങളെയുമാണ് അവർ ആരാധിക്കുന്നത്. ബൈബിളിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾ വിഗ്രഹാരാധകരായി കഴിഞ്ഞു. ഞങ്ങൾ അതിനെ ആരാധിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രൂപങ്ങൾ ഉണ്ടാക്കി എന്നത് തന്നെ വലിയ പാതകമാണ്. നിങ്ങൾ വിഗ്രഹാരാധകരായി കഴിഞ്ഞു. 2 സ്വർണ്ണ കെരൂബുകളെ ഉണ്ടാക്കി കൃപാസനത്തിന്റെ 2 അറ്റത്തും വെക്കണമെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അതൊന്നും വിഗ്രഹാരാധനയായിരുന്നില്ല, അല്ലേ? അതുപോലെ തന്നെ ഒരു വെങ്കല സർപ്പത്തെ ഉണ്ടാക്കാൻ ദൈവം മോശയോട് പറയുന്നു. അതിലേക്ക് നോക്കിയവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതും വിഗ്രഹാരാധനയായിരുന്നോ? അല്ലായിരുന്നു. ഒരു രൂപം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം ആരും വിഗ്രഹാരാധനാകുന്നില്ല. ഇനിയിപ്പോൾ ആ വെങ്കല സർപ്പത്തിൻ്റെ കാര്യം തന്നെ ഒന്ന് എടുക്കുക. ആ ഒരു ഒബ്ജക്റ്റ് ആദ്യം വിഗ്രഹമല്ലായിരുന്നു, എന്നാൽ അത് പിന്നീട് വിഗ്രഹമായി മാറുന്നു. എപ്പോഴാണ്, എങ്ങനെയാണ് അത് വിഗ്രഹമായി മാറുന്നത്? ഇസ്രായേൽ ജനത അതിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് വിഗ്രഹമായി മാറുന്നത്. അപ്പോൾ പന്തക്കോസ്താക്കാരെ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു.